ഹായ് ഓൾ. അപ്പൊ മറ്റൊരു വീക്കിലി അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗോൾഡ് ഇപ്പൊ ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയാണ്. ഓൾറെഡി ലാസ്റ്റ് വീക്കിലെ വീഡിയോയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നതാണ്, പറഞ്ഞതാണ് ഗോൾഡ് ബുള്ളിഷ് ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പോഴും നോക്കുകയാണെങ്കിൽ അതിൽ വലിയ മാറ്റമൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഓൾ ടൈം ഹൈയിലാണ്. അപ്പൊ ഇനിയും ഒരു മേജർ ആയിട്ടുള്ള സ്ട്രക്ചർ ഷിഫ്റ്റ് ഒക്കെ തന്നാലാണ് ഒരു വലിയ കറക്ഷൻ ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഇപ്പൊ കാണുന്നില്ല നിലവിൽ. ഇനിയും ഗോൾഡ് മുകളിലോട്ട് പോകാനാണ് കാണുന്ന സിറ്റുവേഷൻ. അപ്പോ ഈ ഒരു ലെവലിൽ നിന്ന് ഒരു റിജക്ഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു റിജക്ഷൻ ഇവിടെ നിന്ന് വന്ന് താഴേക്ക് വന്നിട്ടുണ്ട്. ബട്ട് ഇനിയും ഇവിടെ നിന്ന് വരാണെങ്കിൽ കൂടി പോയി കഴിഞ്ഞാൽ വരാവുന്ന ലെവല്, ടെസ്റ്റ് ചെയ്യാവുന്ന ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2911 എന്ന് പറഞ്ഞ ലെവലായിരിക്കും. ഈ ഒരു ലെവല് റേഞ്ചിലായിരിക്കും ഇനി റെസ്പെക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. അപ്പൊ നോക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചിനുള്ളിൽ തന്നെ നിൽക്കുകയാണ് മാർക്കറ്റ്. അപ്പൊ അവിടെ നിന്ന് ഒരു നല്ലൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് തന്ന് താഴേക്ക് വരികയാണെങ്കിൽ പിൻ റെസ്പെക്ട് ചെയ്യാനുള്ള ലെവൽ ഇതായിരിക്കും. പിന്നെ അവിടെ നിന്ന് ബുള്ളിഷ് ആവാനുള്ള പ്രോബിലിറ്റിയാണ് കാണുന്നത്. അപ്പോൾ അത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാനായിട്ട് പറ്റും. ഇനി യൂറോ യു എസ് ജിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ലെവലിൽ നിന്ന് റിജക്ഷൻ ഞാൻ ലാസ്റ്റ് സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അവിടെ നിന്ന് റിജക്ട് ചെയ്തിട്ട് അത് താഴേക്ക് ഈ ഒരു ലെവൽ വരെ വന്നിട്ടുണ്ട്. ദെൻ അവിടെ നിന്ന് പിന്നെ വന്നിട്ട് ബുള്ളിഷ് ആയിട്ട് സ്ട്രോങ് ഒരു മൂവ്മെന്റ് കാണിച്ചിട്ട് അവിടെ നിന്ന് കറക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോ ഇത് സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അഗെയിൻ പിന്നെയും നല്ല രീതിക്ക് ബുള്ളിഷ് ആയിട്ട് മുകളിലോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസിയാണ് യൂറോ യു എസ് ഡി കാണിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നല്ല രീതിക്ക് റെസ്പെക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ലെവലാണിത്. സോ ഈ ഒരു ലെവലിലോട്ട് വന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് അഗെയിൻ മാർക്കറ്റിനെ ബുള്ളിഷ് ആയിട്ട് ഈ ഒരു ഹൈ വരെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. then ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും പിന്നെ സ്ട്രോങ് ആയിട്ട് യൂറോ യു എസ് ഡി മുകളിലോട്ടേക്ക് മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള പ്രോബിലിറ്റി. സോ ഇതാണ് യൂറോ യു എസ് ഡിയിലുള്ള വ്യൂ. ഇനി നമുക്ക് ജി ബി പി ജെ പി വൈ നോക്കാം. സോ നമ്മുടെ ലാസ്റ്റ് സെഷനിൽ ഓൾറെഡി ജി ബി പി ജെ പി വൈ ഇവിടെ നിന്നൊരു സെല്ല് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അവിടെ നിന്ന് നല്ല രീതിക്ക് മാർക്കറ്റ് ഇത് കറക്റ്റ് ചെയ്ത് നമ്മുടെ ഈ ലോ വരെ എത്തിയിട്ടുണ്ട്. സോ അത് ലാസ്റ്റ് വീക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമുക്ക് ത്രൂ ഔട്ട് ദ വീക്ക് മാർക്കറ്റ് ബെയറിഷ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ലാസ്റ്റ് വീക്കിൽ തന്നെ നിങ്ങൾ ലാസ്റ്റ് വീക്കിലെ വീഡിയോ ചെക്ക്ഔട്ട് ചെയ്ത് അറിയാൻ പറ്റും. അതിനകത്ത് ഞാനൊരു എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഗെയിൻ ഈ സെഷനിലോട്ട് വന്നപ്പോൾ നമുക്ക് പിന്നെയും ഒരു ഈ ലെവലിൽ നിന്ന് പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോ അതായിരുന്നു ലാസ്റ്റ് വീക്കിൽ ഉണ്ടായിരുന്ന വ്യൂ. ഇനി ഈ ഒരു മൊമെന്റം കണ്ടിന്യൂ ചെയ്ത് നമുക്ക് പിന്നെയും താഴത്തോട്ടൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ പക്ഷെ ഇതിനകത്ത് ഇങ്ങനെ എൻട്രി എന്നുള്ളത് നമുക്ക് ലൈവ് മാർക്കറ്റിൽ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഡയറക്ഷൻ ഇപ്പോഴും ബെയറിഷ് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ അത് നോക്കാം, വരുന്ന ദിവസങ്ങൾ നമുക്ക് എങ്ങനെയായിരിക്കും നോക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ വീക്കിലത്തെ അനാലിസിസ് വീഡിയോ കാര്യമായിട്ടൊന്നും പറയാനുണ്ടായിരുന്നില്ല ഇനി ഈ ആഴ്ചത്തേക്ക്. ഓൾറെഡി ഗോൾഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബുള്ളിഷ് ആണ്. ദെൻ യൂറോ യു എസ് ഡിയും ബുള്ളിഷ് ആണ് ചെറിയ രീതിയിൽ. പിന്നെ ജി ബി പി ജെ പി വൈ എന്നുള്ളത് ബെയറിഷ് ആണ്. അത് ബെയറിഷ് മൊമെന്റ് ആണ്. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇനി അടുത്ത വീക്കിൽ അനാലിസിസ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.